യുണീക്ക് ഇന്ത്യ എന്നൊരു പബ്ലിഷർ പബ്ലിഷ് ചെയ്ത ഗ്രേറ്റ് ടെമ്പിൾസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ മഹത്തായ ക്ഷേത്രങ്ങളിൽ മധുരയിലെ ക്ഷേത്രം, ഉത്തരേന്ത്യയിലെ ത്രിവേണി സംഗമത്തിലെ ക്ഷേത്രം, കൽക്കട്ടയിലെ ക്ഷേത്രം, ശാരദാപീഠം കാശ്മീരിലെ ശാരദാപീഠം, സൂര്യക്ഷേത്രം കൊന്നാറക്കിൽ, അതിൽ ഒരു ക്ഷേത്രം തറയിൽ നിന്നിങ്ങനെ പൊങ്ങി നിൽക്കുക, അതിനകത്തുള്ള ശിവലിംഗം തറയിൽ തൊടുന്നില്ല. എന്തോ മാഗ്നറ്റിക് പവർ ഉപയോഗിച്ചിട്ട് ആ ശിവലിംഗം തറയിൽ നിന്ന് അരടി പൊങ്ങി നിൽക്കുകയാണ്, ആകാശം നിൽക്കുകയാണ് ആ ശിവലിംഗം. 1000 കൊല്ലത്തിന് മുമ്പ് ഒരു സാധനം തറയെ തൊടാതെ ആകാശം നിർത്താനുള്ള ടെക്നോളജി നിങ്ങളുടെ അപ്പന്മാർ എവിടെ നിന്ന് പഠിച്ചു? സായിപ്പിന് അറിയാമായിരുന്നു അത് പ്രയോഗിക്കാൻ, അറിഞ്ഞൂടാ? നിങ്ങൾ യുണീക്ക് ഇന്ത്യയുടെ പുസ്തകം വായിക്കണം. ഇന്ത്യയിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ, ഗ്രേറ്റ് ടെമ്പിൾസ് ഓഫ് കേരള വായിക്കണം. കേരളത്തിലെ 108 ക്ഷേത്രം, അശ്വനാഥ തമ്പുരാട്ടിയുടെ തുളസി ഗാർലൻഡ് വായിക്കണം. അത് വായിച്ച് നിങ്ങളുടെ വിശ്വകർമ്മ സമൂഹം അതിലെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ആരായിരുന്നു ഞങ്ങളുടെ അപ്പന്മാർ പണിഞ്ഞ ക്ഷേത്രങ്ങളുടെ മഹത്വം നിങ്ങളുടെ കൊച്ചു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോഴേ നിങ്ങളുടെ പിള്ളേർ മനസ്സിലാക്കുന്നുണ്ട് അപ്പന്മാരുടെ ബുദ്ധി എത്രയാണെന്നുള്ളത്. ഏതായാലും ബ്രാഹ്മണ നക്ഷത്രത്തിനെ പറ്റുമോ? അത് പറ്റിയല്ല. ആ ക്ഷേത്ര നിർമ്മാണത്തിൽ നിങ്ങളുടെ പൂർവികർ കാണിച്ച അപാരമായ കഴിവുണ്ടല്ലോ, ഞാൻ വായിക്കും തോറും അത്ഭുതപ്പെട്ടു പോവാണ്. സൈന്ധവ നദീ സംസ്കാരത്തിൽ 1700 പട്ടണങ്ങളാണ്. മോഹൻജാദോരോ, ഹാരപ്പ, കളിബംഗാൻ, ലോത്തൽ, കാളപ്പം ഇങ്ങനെ കിടക്കാണ്. പക്ഷേ ഇത് പണിഞ്ഞ എല്ലാ കല്ലിൻ്റെയും നീളത്തിൻ്റെ പകുതി ആണ് വീതി, വീതിയുടെ പകുതിയാണ് അതിൽ തിക്നെസ്. 2 കല്ല് ഇങ്ങനെ വെച്ച ശേഷം ബാക്കി 2 കല്ല് തിരിച്ചു വെക്കും. അതുകൊണ്ടാണ് ഭൂമിയിൽ കൊണ്ടായാലും ഒരു ചുക്കും സംഭവിച്ചില്ല, ഒരു ചുക്കും. 1700 പട്ടണത്തിലെയും കല്ല് ഒരേ സൈസാണ്. അതേ കല്ലാണ് ബാബുലോൺ പണിയാൻ ഉപയോഗിച്ചിരിക്കുന്നത്, അതേ സൈസാണ് സുമേരിയൻ പട്ടണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അതേ സൈസാണ് ഉറുക്ക് പണിയാൻ ഉപയോഗിച്ചിരിക്കുന്നത്, അതേ സൈസാണ് ബാബേൽ മണ്ഡപം പണിയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇറാഖ്, ഇറാൻ, പാകിസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഡൽഹി തൊട്ട് UP വരെയും അങ്ങോട്ട് ഇറാൻ, ഇറാഖ് തൊട്ട് തുർക്കി വരെയും ഒരേ സൈസ് കല്ലിന്. അതിന് മാനുഫാക്ചറിങ് ഏരിയ ഒന്നാണ്. മുൾട്ടാനിൽ നിന്ന് ലാഹോറിലേക്ക് ഒരു റെയിൽവേ ലൈൻ പണിയാണ്. 140 കിലോമീറ്റർ റെയിൽവേ ലൈൻ. റെയിൽവേ ലൈൻ തറയിൽ ഉറക്കണമെങ്കിൽ ഹാർഡ് ബ്രിക്ക് വേണം. ആ ബ്രിക്ക് ഉണ്ടാക്കാൻ വേണ്ടി കോൺട്രാക്റ്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആരോ ഒന്ന് പറഞ്ഞു, ലക്ഷക്കണക്കിന് കല്ലുകൾ കിടപ്പുണ്ട് ഈ മലയുടെ മണ്ടയ്ക്കെന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാർ 1940 പോയി നോക്കിയപ്പോൾ ലക്ഷക്കണക്കിന് കല്ല്. അവരാ കല്ലെടുത്തുകൊണ്ട് വന്നിട്ട് മുൾട്ടാൻ തൊട്ട് ലാഹോർ വരെയുള്ള 140 കിലോമീറ്റർ റെയിൽവേ ലൈനിന് മുകളിലാണ് പണിഞ്ഞ്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ആ കല്ല് 5000 കൊല്ലം പഴക്കമുള്ള കല്ലാണ്. മോഹൻജാദാരോ, ഹാരപ്പായുടെ കൂടെ ഉണ്ടാക്കിയ പട്ടണങ്ങളിൽ ഉണ്ടാക്കിയ കല്ലാണ്. 5000 കൊല്ലം വെയിലും മഴ ഏറ്റിട്ട് കല്ലിന് വരാൻ പറ്റിയാ? ഒന്നും പറ്റിയില്ല. അവിടെയാണ് അതുണ്ടാക്കിയ കല്ലാശാരിയുടെ കഴിവെന്നത്. അപാര കഴിവാണ്. ആ കല്ലിൻ്റെ സൈസ് സെയിം. നാഗന്മാർ ഡൽഹിയും തർശീസിലെയും കഴിഞ്ഞ് മഹാരാഷ്ട്രയിൽ വന്ന് നാഗപുരം ഉണ്ടാക്കി. പിന്നെ അവർ തമിഴ്നാട്ടിൽ വന്നിട്ട് നാഗർകോവിൽ, നാഗരൂർ, നാഗപട്ടണമൊക്കെ ഉണ്ടാക്കി. ആ നാഗന്മാർ 2000 വർഷത്തിന് മുമ്പ് കേരളത്തിൽ വന്നു. കേരളത്തിൽ നാഗന്മാരാണ് നായർ എന്നൊരു സമൂഹമായിട്ട് അറിയപ്പെടുന്നു. നായർ അവരെന്ത് ചെയ്തു? അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ബ്രാഞ്ച് ഇവിടുന്ന് കംബോഡിയയ്ക്ക് പോയി. കംബോഡിയയിൽ പോയ നാഗവംശ രാജകുമാരി തമിഴ്നാടിൻ്റെ തീരത്ത് നിന്ന് പോയ ഒരു ആളിനെ കല്യാണം കഴിച്ചു. ആ രാജവംശമാണ് കംബോഡിയയിലെ രാജവംശം. ആ കംബോഡിയയിലെ രാജവംശത്തിൽ ജയവർമ്മൻ 2 മുതൽ ജയവർമ്മൻ 7 വരെ ആളുകൾ ഒരു ക്ഷേത്രം പണിഞ്ഞു.
അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം. അങ്കോർ വാട്ട് 10 ചതുരശ്ര കിലോമീറ്റർ ചുറ്റുള്ള ഒരു ക്ഷേത്രം. 10 മുതൽ തുമ്പവൺ വരെ ഒരു ക്ഷേത്രം പണിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? 5500 ഏക്കറുള്ള ഒരു ക്ഷേത്രം. ലോകത്തിൽ ഒരു മതത്തിനും അത്രയും വലിയൊരു ആരാധനാലയമില്ല. ഇന്ത്യയിലെ ഒരു ക്ഷേത്രവും അങ്കോർ വാട്ടിലെ ക്ഷേത്രത്തിൻ്റെ 1/4 പോലും ഇല്ല. 1/4. പക്ഷെ ആരുടെ ക്ഷേത്രം പണിഞ്ഞേ? കംബോഡിയയിലെ രാജവംശം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും വിശ്വകർമ്മരെ കൊണ്ടുപോയി അവിടെ. ആ വിശ്വകർമ്മജനാണ് അങ്കോർ വാട്ട് പണിയുന്നത്. അതിൻ്റെ ഭിത്തിയിൽ മുഴുവൻ രാമായണവും മഹാഭാരതവും കൊത്തി വെച്ചിരിക്കുകയാണ്, വിഗ്രഹം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ നിങ്ങളുടെ വല്യപ്പന്മാരുണ്ടല്ലോ, 800 കൊല്ലത്തിന് മുമ്പ് പോയി അവരുണ്ടാക്കിയതാണ് അങ്കോർ വാട്ടിലെ 10 ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഒരു ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ക്ഷേത്രം ഇന്തോനേഷ്യയിലാണ്. ബൊറോബുദൂർ 1.5 കിലോമീറ്റർ നീളമാണ്. മെയിൻ ഗേറ്റിൽ കൂടെ ക്ഷേത്രത്തിൽ കയറിയാൽ 1.5 കിലോമീറ്റർ പോകണം ക്ഷേത്രത്തിൽ നിന്ന് പുറത്ത് ചാടണമെങ്കിൽ. ലോകത്തിൽ ഏതെങ്കിലും ഒരു മതത്തിൽ അങ്ങനൊരു പള്ളിയുണ്ടോ 1.5 കിലോമീറ്റർ നീളമുള്ള? ഇന്ത്യയിൽ ഏതെങ്കിലും ക്ഷേത്രമുണ്ടോ 1.5 കിലോമീറ്റർ നീളമുള്ള? അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആരായി ബൊറോബുദൂർ ക്ഷേത്രം പണിഞ്ഞത്? രാജേന്ദ്ര ചോളൻ്റെ കാലത്ത് ഇന്തോനേഷ്യ പിടിച്ചെടുത്ത് അവർ ശൈലേന്ദ്ര രാജവംശം ഉണ്ടാക്കി. മലേഷ്യയും ബർമയും ഒക്കെ ശ്രീവിജയ, വിയറ്റ്നാം മുഴുവൻ ചമ്പ. 8000-ഓളം ക്ഷേത്രമുണ്ട് ബർമ തൊട്ട് വിയറ്റ്നാം വരെ. അത് രാജേന്ദ്ര ചോളൻ്റെ കാലത്ത് പിടിച്ചതാണ് ഇന്തോനേഷ്യ. ശൈലേന്ദ്ര രാജവംശം എന്ന് പേരിട്ടു. ശൈലേന്ദ്ര ക്ഷേത്രം പണിയാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും നിങ്ങളുടെ അപ്പന്മാരെ കൊണ്ടുപോയി എവിടെ? നിങ്ങളുടെ അപ്പന്മാർ പോയി പണിഞ്ഞതാണ് 1.5 കിലോമീറ്റർ നീളമുള്ള ബൊറോബുദൂർ ക്ഷേത്രം. നിങ്ങൾ നെറ്റിലൊന്ന് അടിച്ചു നോക്കുക. ബൊറോബുദൂർ ക്ഷേത്രം രാമായണവും മഹാഭാരതവും കൊത്തിവെച്ചിരിക്കുന്ന, ബുദ്ധമതത്തിൻ്റെ ആരാധനാലയം കൊത്തിവെച്ചിരിക്കുന്ന എത്ര രൂപങ്ങളാണ്. ഉഗ്രൻ. ഇന്തോനേഷ്യയുടെ ഒരു ദ്വീപ് ബാലി ദ്വീപ്, സെലിബസ് ബാലി ദ്വീപിൽ ചെന്നിട്ട് എസ്കെ പൊട്ടക്കാട് നടന്ന് ബാലിദ്വീപിൻ്റെ നടുക്കെത്തി. എസ്കെ പൊട്ടക്കാട് എഴുതി വെച്ചിരിക്കുകയാണ്, നടന്ന് ഞാനങ്ങ് കോഴിക്കോട്ടെ ചേവായിലെത്തിയോന്ന് സംശയിച്ചു പോയി. ബാലിദ്വീപിലെ ക്ഷേത്രം കണ്ടാൽ കേരളത്തിലെ ക്ഷേത്രം പോലെയാണ്, യാതൊരു വ്യത്യാസമില്ല. കാര്യം എന്നാണെന്നറിയാമോ? ബാലിദ്വീപിലെ മുഴുവൻ ക്ഷേത്രവും പണിഞ്ഞത് കേരളത്തിൽ നിന്ന് പോയ നിങ്ങളുടെ അപ്പന്മാരായ വിശ്വകർമ്മജരാണ് ബാലിദ്വീപിലെ ക്ഷേത്രം പണിഞ്ഞത്. അതുകൊണ്ട് ഒരു മലയാളി ബാലി ചെന്ന് ഇത് പത്തനംതിട്ട ക്ഷേത്രമാണ്, ഇത് തുമ്പോൺ ക്ഷേത്രമാണെന്ന് സംശയിച്ചു പോകും. ആ രീതിയിലാണ് ക്ഷേത്രം പണി വെച്ചിരിക്കുന്നത്. പണിഞ്ഞത് ഈ കേരളത്തിൽ നിന്ന് പോയ വിശ്വകർമ്മജരാണ്. ബാലിദ്വീപ് നിങ്ങളുടെ അപ്പന്മാർ കടൽ കടന്നു പോയി ചെയ്ത് 2-3 ഉദാഹരണം പറഞ്ഞാണ്. 100 കണക്കിന് സ്ഥലമുണ്ട് നിങ്ങളുടെ അപ്പന്മാർ പോയി പണിഞ്ഞ മഹത്തായ ക്ഷേത്രങ്ങൾ. ഇനി ക്ഷേത്രം എന്ന് പോലെ വളരെ പ്രധാനമാണ് നാണയം. പണ്ട് നാണയം ഉരുട്ടി കൊടുക്കുവാൻ ഇന്ത്യയിൽ എന്ത് ചെയ്തു? അതിനെ ഫോർമലാക്കി ഉണ്ടാക്കാൻ അന്ന് തട്ടാന്മാർ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ നമ്മളിവിടുന്ന് കുരുമുളക് കയറ്റി അയച്ചിട്ട് പകരം അതിൻ്റെ വില കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അന്ന് ഇൻ്റർനാഷണൽ കറൻസി ഒന്നുമില്ല, ബാങ്ക് ട്രാൻസാക്ഷൻ ഇല്ല. അതുകൊണ്ട് സ്വർണ്ണമായിട്ടാണ് തിരിച്ചു വരിക. 3700 കൊല്ലത്തിന് മുമ്പ് മരിച്ച ഫറോ രാംസിസ് രണ്ടാമൻ്റെ മൂക്കിനകത്തും ചെവിക്കകത്തും വായ്ക്കകത്തും മലദ്വാരത്തിലൊക്കെ കുരുമുളക് അടിച്ചു കയറ്റി വെച്ചിരിക്കുകയാണ്. ഈ കുരുമുളക് ശരീരം അഴുകാതിരിക്കാൻ ബെസ്റ്റാണ്, അതിനാണ് കയറ്റി വെച്ചിരുന്നത്. ഇയാളൊരു ക്രൂരനായ രാജാവായിരുന്നു. അതുകൊണ്ട് ചത്തു കഴിഞ്ഞാൽ അണ്ണാക്കിലും മലദ്വാരത്തിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കയറ്റാൻ നമുക്ക് അറിഞ്ഞുവിടാം. പക്ഷേ ഈജിപ്തിലോ മധ്യപൂർവ്വത്തിലോ കുരുമുളകില്ല. എവിടുന്ന് വന്ന് ഈ കുരുമുളക്? അതിന് ഈജിപ്റ്റോളജിസ്റ്റ് എന്തെന്നറിയാമോ? ആ കുരുമുളക് എടുത്ത് DNA ടെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് മനസ്സിലാവുന്നത് മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും വിളയുന്ന കുരുമുളകാണ് 3900 കൊല്ലത്തിന് മുമ്പ് ഇവൻ്റെ വായ്ക്കകത്തും ചെവിക്കകത്തൊക്കെ ഇരിക്കുന്നത്. ഇവിടുന്ന് പോയിരിക്കാൻ. സംഘകാലഘട്ടത്തിൽ ഇതിനെപ്പറ്റി 10 എന്ന കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10
കറിയേന്തിപ്പോയിടും കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും. കറി എന്ന് പറഞ്ഞാൽ കുരുമുളകിൻ്റെ തമിഴ് ഭാഷയാണ്. ഇവിടുന്ന് കുരുമുളക് അങ്ങോട്ട് പോകും. കറിയേന്തിപ്പോയിടും കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും. സ്വർണം തിരിച്ചുകൊണ്ട് വരും. ഈ കറി ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കാണ്. മീൻ കറി, ഇറച്ചിക്കറി, CURRY, കറി. കറി എന്ന് പറഞ്ഞാൽ കുരുമുളകിൻ്റെ തമിഴ് വാക്കാണ് കറി. അതാണ് ഇംഗ്ലീഷിലൊരു വാക്കായി മാറിയത്. ഇന്ന് അറബി ഭാഷയിലും അറമൈക് ഭാഷയിലും സുറിയാനി ഭാഷയിലും ഒക്കെ സ്വർണത്തിൻ്റെ പേര് വരാഹൻ. വരാഹൻ. വിഷ്ണു ഭഗവാന്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹാവതാരം. ഗുജറാത്തും മഹാരാഷ്ട്രയൊക്കെ ഭരിച്ചിരുന്ന രാഷ്ട്രകൂടം എന്ന രാജവംശം ഉണ്ടായിരുന്നു. ആ രാജവംശത്തിൻ്റെ പ്രധാന ആരാധനാമൂർത്തി വരാഹാവതാരമാണ്. മഹാരാഷ്ട്രയിലെ വരാഹ ക്ഷേത്രം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. വരാഹ ക്ഷേത്രം. അവിടെ അവർ സ്വർണ്ണ നാണയം ഉണ്ടാക്കിയപ്പോൾ ഒരു സൈഡിൽ രാജകൊട്ടാരത്തിൻ്റെ പടം, മറ്റേ സൈഡിലൊരു പന്നിയുടെ പടം, വരാഹത്തിൻ്റെ പടം. വരാഹത്തിൻ്റെ പടമുള്ളതായതുകൊണ്ട് അതിനെ വിളിച്ചു വരാഹൻ. ഇന്ന് അറബി ഭാഷയിലും സുറിയാനി ഭാഷയിലൊക്കെ സ്വർണത്തിൻ്റെ പേര് വരാഹൻ. മുസ്ലിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത മൃഗമാണ് ഈ പന്നി. പക്ഷേ അപ്പം അതിൻ്റെ പേരിലാണ് അവരുടെ നാണയം. ആരുണ്ടാക്കി നാണയം? നിങ്ങളുടെ അപ്പന്മാരുണ്ടാക്കി. കൊല്ലനും തട്ടാനും ഇരുന്ന് നാണയം ഉണ്ടാക്കി. അന്ന് അച്ചൊന്നുമില്ല. ആ നാണയം സ്വർണ്ണം ഒരുക്കി ഒഴിച്ച് പടമൊക്കെ രണ്ട് സൈഡിലും വരച്ച് നാണയം ഉണ്ടാക്കി. ആ നാണയം ഉണ്ടാക്കിയതുകൊണ്ടാണ് സ്വർണ്ണത്തിന് ലോകം മുഴുവൻ വരാഹൻ എന്ന പേര് വന്നത്. നമ്മളിവിടെ കറൻസി വിളിക്കുന്ന റുപ്പയ. ഹുമയൂണിനെ തോപ്പിച്ച് ഷർഷാ എന്ന രാജാവ് വന്നു മുഗൾ രാജവംശത്തിൽ. ഷർഷാ സൂരി. അയാൾ പറഞ്ഞു സ്വർണ്ണത്തിൽ നാണയം ഉണ്ടാകാൻ മുതലാവില്ല, നമുക്ക് വെള്ളിയിൽ നാണയം ഉണ്ടാക്കാം. അങ്ങനെ വെള്ളിയിൽ നാണയം ഉണ്ടാക്കി. വെള്ളി എന്നുള്ളതിൻ്റെ ഉറുദു ഭാഷയുള്ള വാക്കാണ് റൂപ്പ്. റൂപ്പിൽ നാണയം ഉണ്ടാക്കേണ്ട റുപ്പയ എന്ന് തന്നെ വിളിച്ചു. ഇപ്പോൾ ഇന്ത്യയിൽ റുപ്പിയാണ്, ഇന്തോനേഷ്യയിലെ നാണയം റുപ്പയാണ്, മലേഷ്യയിലെ നാണയം റുപ്പയാണ്. ആ വാക്കുണ്ടായി. വെള്ളിയിൽ നാണയം ഉണ്ടാക്കിയ നിങ്ങളുടെ പൂർവികർ കാരണമാണ് ഇന്ന് കറൻസിയെ റുപ്പി എന്ന് വിളിക്കുന്നത്. വെള്ളിയിലെ നാണയം. ഈ നാണയ നിർമ്മാണത്തിൽ നിങ്ങൾ അത്ഭുതം സൃഷ്ടിച്ചു. നിങ്ങളുടെ പൂർവികർ അത്ഭുതം സൃഷ്ടിച്ചു. ഇനി പത്തനംതിട്ട ജില്ലയിൽ നിങ്ങളുടെ അപ്പന്മാരെ പറ്റി കൃത്യമായൊരു പുസ്തകത്തിൽ പറയുന്നു. 1010 AD 5-ാം നൂറ്റാണ്ടിൽ മധുരയിലെ രാജകുമാരിക്ക് കേരളത്തിൽ നിന്നുള്ള സ്വർണ്ണ നാണയവും പട്ടുവസ്ത്രവും വേണം. കുറേ പട്ടാളക്കാരെ കൂട്ടി അവരെ കേരളത്തിലേക്ക് മലയിറങ്ങി വന്നു. അന്ന് ഏറ്റവും കൂടുതൽ സ്വർണ്ണാഭരണം ഉണ്ടാകുന്ന സ്ഥലം കൊടുമൺ. കൊടു എന്ന് പറഞ്ഞാൽ തമിഴിൽ സ്വർണം. കൊടുമണം പെട്ടിയ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ശ്ലോകമുണ്ട്. കൊടുമൺ ദേശത്തെ പറ്റിയാണ്. കൊടുമണ്ണിൻ്റെ കുറച്ചിപ്പുറത്ത് മണ്ണെടുത്ത് ചൂടാക്കിയ സ്വർണം പുറത്തു വരുമായിരുന്നു. അതുകൊണ്ട് ആ സ്ഥലത്തിൽ വിളിച്ച പേരാണ് പൊന്നിടത്താഴം. പൊന്ന് കുഴിച്ചിട താഴം, കുഴി. ഇന്ന് ആ സ്ഥലത്തിൻ്റെ പേര് ചന്ദനപ്പള്ളി എന്നാണ്. പൊന്നിടത്താഴത്തെ ഒരു പള്ളിയിൽ മദ്ബഹ ചന്ദനം കൊണ്ട് ഉണ്ടാക്കാൻ അനുവാദം ചോദിച്ചു. രാജാവ് കൊടുത്തു. അങ്ങനെ ചന്ദനം കൊണ്ട് 1881 മദ്ബഹ ഉണ്ടാക്കി. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേരങ്ങ് മാറ്റി ചന്ദനപ്പള്ളി. ചന്ദനം കൊണ്ട് മദ്ബഹ ഉണ്ടാക്കിയ പള്ളിയുള്ള സ്ഥലം ഒറിജിനൽ സ്ഥലത്തിന് പേര് പൊന്നിടത്താഴം. ചന്ദനപ്പള്ളിയുടെയും കൊടുമണ്ണിൻ്റെ ഇടയ്ക്കൊരു സ്ഥലമുണ്ട്, തട്ടാശ്ശേരി. അവിടെ നിങ്ങളുടെ അപ്പന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തട്ടന്മാർ നിരന്നിരുന്ന് ഈ സ്വർണ്ണാഭരണം ഉണ്ടാക്കുമായിരുന്നു. അവിടെ ഉരുക്കും, സ്വർണ്ണം ചുട്ട് കൊണ്ടുവരും. തട്ടാശ്ശേരി സ്വർണ്ണ ആഭരണം ഇതുണ്ടാക്കും. നേരെ അത് കൊടുമണ്ണ് കൊണ്ടുപോയി വിൽക്കും. അപ്പോൾ ഈ രാജാവ് ഇറങ്ങി വന്ന 1010 പുസ്തകത്തിൽ കൊടുമണ്ണിലെ സ്വർണ്ണത്തെ പറ്റിയും തട്ടാശ്ശേരിയിൽ തട്ടാന്മാരുണ്ടാക്കുന്ന സ്വർണ്ണാഭരണങ്ങളെ പറ്റിയൊക്കെ സുന്ദരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പട്ടുവസ്ത്രം വാങ്ങിക്കണം. അവർ ചന്ദനപ്പള്ളിയിൽ നിന്ന് കൈപ്പട്ടൂരിലെത്തി. കൈപ്പട്ടൂർ സ്ഥലപ്പേരെന്താണ്? കൈ കൊണ്ട് പട്ടുണ്ടാക്കുന്ന ഊർ. കൈ കൊണ്ട് ഹാൻഡിക്രാഫ്റ്റ്സായിട്ട് പട്ടുവസ്ത്രം ഉണ്ടാക്കുന്ന ഊർ, ഗ്രാമം. കൈ കൊണ്ട് പട്ടുണ്ടാക്കുന്ന ഊർ കൈപ്പട്ടൂർ. ഇവിടെ വന്ന് പട്ടുവസ്ത്രമൊക്കെ വാങ്ങിച്ച് നേരിയത് വേണം രാജാവിന്. അതിന് കൈപ്പട്ടൂർ നമ്മൾ നെരിയാപുരത്ത് വന്നു. നേരിതുപുരമാണ് നെരിയാപുരം. അവിടെയാണ് നേരിതുണ്ടാക്കുന്നത്. നെരിയാപുരത്ത് നേരിതും കൈപ്പട്ടൂരിൽ നിന്ന് പട്ടുവസ്ത്രവും കൊടുമണ്ണിൽ നിന്ന് സ്വർണ്ണാഭരണം വാങ്ങിച്ചുകൊണ്ട് 1010 രാജാവിൻ്റെ സൈനികർ രാജ്ഞി കൊടുക്കാൻ പോയി. നിങ്ങളുടെ അപ്പന്മാർ കൂട്ടമായി താമസിച്ച സ്ഥലമാണ് കൊടുമൺ, ചന്ദനപ്പള്ളി, കൈപ്പട്ടൂർ, നെരിയാപുരം. ഇപ്പം